മത്സരം ആരംഭിച്ചു. CTD പ്രീമിയർ ലീഗ് സീസൺ 7 രണ്ടാം ദിന മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടി കളത്തിലിറങ്ങുന്ന CTD ലെജൻസ് ഒരു സമനില മതി അടുത്ത റൗണ്ടിലേക്ക് സെമിയിലേക്ക് പ്രവേശനം ഉറപ്പാക്കാൻ കഴിയുന്ന CTD പാന്തേഴ്സും തമ്മിലുള്ള മത്സരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യ മത്സരത്തിലെ CTD സിറ്റിയോട് 4-3 തോറ്റു. രണ്ടാം മത്സരത്തിൽ വൻ വിജയവുമായി കളത്തിൽ CTD ലെജൻസ്. ക്യാപ്റ്റൻ ഫാറൂഖ് എന്തും സംഭവിക്കും. കഴിഞ്ഞ സീസണിൽ ഈ കളിയുടെ പുരോഗതി എങ്ങനെയാണെന്ന് ഈ ടീം പാന്തേഴ്സ് ജയിക്കുകയാണെങ്കിൽ പാന്തേഴ്സിന്റെ ഭാവി എന്താണ്? ഭാവി നേരിട്ട് സെമിയിലാണ്. പാന്തേഴ്സ് നേരിട്ട് സെമിയിലാണ്. ഒരു സെമി അഥവാ കമന്ററിയാണിത്. കമന്ററിയിൽ ഇരിക്കാൻ വരാ അനിഫ പുതിയ ഈ വർഷത്തെ ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് PK. ഈ സീസണിൽ എമർജിംഗ് പ്ലെയർ അവാർഡിന് ഏറെ സാധ്യതയുള്ള താരമാണ്. ഇതുവരെ 2 ഗോൾ സ്കോർ ചെയ്തു. ഫോർവേഡ് തെമീം ലെജൻസിന്റെ മുന്നേറ്റ നിരക്ക് കുന്തമുന. CTD ലെജൻസിന്റെ കുന്തമുനയാണ്. ജലീലിന്റെ ടീമിന് കളി ഒരു 2 ഈ മത്സരത്തിൽ 2 ഗോളിലേറെ ലീഡിൽ അവർ ജയിക്കുകയാണെങ്കിൽ അടുത്ത സെമിയിലോട്ടുള്ള പ്രവേശനം അവർക്ക് സംഭവിക്കാവുന്നതാണ്. അതല്ല സമനിലയും തോൽവിയും ഒരു ഗോളിലെ ജയം അവരെ ഇല്ല, ഒരിക്കലും അവരെ തോറ്റാലോ സമനിലയ്ക്കോ അവർക്ക് അടുത്ത ഇതിലോട്ട് എങ്ങനെയാലും ഒരിക്കലും സാധ്യതയില്ല. കാരണം 2 ഗോളിൽ നല്ലൊരു മാച്ച് തന്നെ നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. ജലീലിന്റെ ഇന്നത്തെ കളി എന്താണ്? നിലവിലുള്ള ജലീൽ നല്ല ഫോമിലായിരുന്നു ഇതുവരെ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ കളിയുടെ ഒരു പിന്നെ എന്താണ് ജലീലിന്റെ നല്ല നീക്കങ്ങളൊക്കെ കാണുന്നുണ്ട്. ജലീൽ മാൻ മാർക്കിംഗ് ഒക്കെ നല്ല കളിച്ചുകൊണ്ട് മുന്നേറുന്നുണ്ട്. മാർക്കിംഗ് ഉണ്ട്, നല്ല കളി കളിക്കുന്നുണ്ട്. ജലീൽ ഇന്നത്തെ നേരത്തെ നല്ല തിളങ്ങാൻ ജലീലിന് കഴിയോ? കീപ്പർ ഫാറൂഖിന്റെ 10ാം നമ്പർ ജേഴ്സിയാണ് ജലീൽ അണിഞ്ഞിട്ടുള്ളത്. ഷാദിയുടെ നല്ലൊരു പാസിനുള്ള ശ്രമം, ആ ശ്രമം പരാജയപ്പെടുമ്പോൾ വീണ്ടും ഹാൻഡ് ബോൾ ആണെന്ന് തോന്നുന്നു. യെസ് അത് ഹാൻഡ് ബോൾ ആണ്. ജലീൽ അല്ല സൈദലി എന്താണ് ഷാദിയുടെ 2 കമന്റേറ്ററുമാണ്. What a save. That was a fantastic. Again, it's a corner. There is a blocking by Munir Hassan. 0-0 sir. Yeah, 0-0. Okay. വീണ്ടും ഇത് ത്രോ ആയിട്ടുണ്ട്. സർഫിലൂടെ ബാക്ക് പാസ്. ആ ബാക്ക് പാസ് ഒരു നിർണായകമാണ്. അത് മിസ്സായി പോയിട്ടുണ്ട്. ജലീല് നല്ലൊരു ഷോട്ട് തന്നെയായിരുന്നു. ഷോട്ട് എടുക്കാനുള്ള ശ്രമം ഇനി ഒരു ഗോൾ കൂടെ. ഷാദി ഒരു ഗോൾ അടിച്ചുകൊണ്ടിരിക്കും. സെമിയിലേക്കുള്ള ദൂരം ഇനി ഒരു ഗോൾ മാത്രം. തെമീമിന്റെ നല്ലൊരു നീക്കം. തെമീം അതാ നീങ്ങുന്നു. ജലീൽ വീണ്ടും കമന്ററി വേണോ? എല്ലാം ഇറ്റുണ്ട്. ഇന്നത്തെ കളിക്കാരുമായി പരിചയപ്പെടാൻ ഇന്ന് നമ്മളെ പഞ്ചായത്തിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള 2ാം വാർഡ് മെമ്പർ ആയിഷ, അതുപോലെ തന്നെ 1ാം വാർഡ് അടിച്ചുടി മതി.
അടി 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 പക്ഷേ കുറച്ചറിയാം വീണ്ടും ഒരു കൂട്ട ഷോട്ട്. നല്ലൊരു നീക്കം തന്നെയായിരുന്നു മുനീറാക്കാന്റെ മകൻ. സോറി, വിൽഹാൻ. സോറി, കളി കാണുന്നൊരു ശ്രദ്ധക്ക് മുനീറാക്കാന്റെ മകനല്ല, സോറി മകൻ തന്നെയാണ്. വിൽഹാൻ. സോറി വാക്ക് പിഴവാണ്. വീണ്ടും ഫാറൂഖ് നല്ല കളി. എവിടെ പാസ് എടുക്കണം നോക്കി നിൽക്കുകയാണ്. അതാ നല്ലൊരു പാസ് ആയിരുന്നു. പക്ഷേ ആഷിഖ് അവിടെ എത്തിച്ചേരാൻ സാധിക്കില്ല. 6 മിനിറ്റ് പിന്നിട്ടു. ആഷിഖ് പെരുഞ്ചേരി 10ാം നമ്പർ ജേഴ്സി അണിഞ്ഞ്, ബ്ലാക്കും ഓറഞ്ചും ജേഴ്സി അണിഞ്ഞ് കളിക്കുന്ന ആഷിഖ് പാന്തേസിന്റെ കുന്തം മുനയാണ്. ഇന്ന് മത്സരത്തിൽ തിളങ്ങാൻ സാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇന്ന് റെഡ് ബുൾ അടിക്കാൻ അല്ലെങ്കിൽ മറന്ന സംശയം അവിടെ ജനിപ്പിക്കുന്നുണ്ട്. 6 മിനിറ്റ് പിന്നിട്ടു. കാഴ്ചവെക്കുന്നത് ഫാറൂഖിന്റെ നല്ലൊരു പാസ്, ഗോളിയുടെ നല്ലൊരു നീക്കമോ ഉറപ്പാണ്. റഫറി പറഞ്ഞിട്ടുണ്ട് ആ നീക്കത്തിന് ഒരു യെല്ലോ കാർഡ്. തീർച്ചയായും അതൊരു യെല്ലോ കാർഡ് അർഹിക്കുന്ന ഒരു കുറ്റം തന്നെയാണ് അല്ലേ? അറിയാം. അതാ ജലീൽ ബ്ലോക്ക്. ജലീൽ മുന്നേറാണ്. ജലീലിന്റെ പെർഫോമൻസ് ആണ്. ജലീലിനെ പറ്റി പറയും. പുലികളെ ചീറ്റ് പുലികളെ പോലെ നമ്മുടെ എത്താന്നല്ല അങ്ങനെ പേര് പറഞ്ഞു. നല്ലൊരു ആഷിഖ് ഗോൾ പോസ്റ്റിൽ ഒളിച്ചിരിക്കുകയാണ്. ജലീലിന്റെ അതിമനോഹരമായ ഒരു ഗോളായിരുന്നു കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. അതിമനോഹരമായ ഒരു ഗോൾ ജലീൽ ചാത്തത്തൊടി. അതിമനോഹരമായ ഒരു മെസ്സി. അർജന്റീന മെസ്സിക്ക് അര ജലീൽ. അതൊരു ജലീൽ തന്നെയാണ്. തന്റെ കുംഭവയറുമായി ജലീൽ ഒട്ടിക്കാൻ മാത്രമല്ല പന്തോണ്ട് അമ്മാനമാടാൻ അറിയുന്ന നമ്മുടെ കുഞ്ഞിപ്പ തന്റെ ടീമിനെ ഏറ്റവും നല്ല മികച്ച നിലയിലേക്ക് കൊണ്ടുപോകാനും ജലീലിന് സാധിക്കും. ടീം ജലീൽ തന്റെ പള്ള ഒരു വെല്ലുവിളിയല്ല എന്ന് പറഞ്ഞു. ജലീൽ സ്റ്റിക്കർ ഒരു വെല്ലുവിളിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആസിഖിന് തൊടാൻ പോലും കഴിയില്ല. ആഷിഖിന് വട്ടം കറക്കിട്ട് റെഡ് ബുൾ നിന്ന് കിട്ടാത്തതിന്റെ സങ്കടം നല്ലൊരു പാസ് പുറത്തേക്ക് അടിച്ചു കളഞ്ഞിരിക്കുന്നു. ഏതാനും 9 മിനിറ്റ് മാത്രമാക്കിയുള്ളൂ. മിന്നാസിന്റെ നീക്കത്തിലേക്കുള്ള പോക്കായിരുന്നു. ജലീൽ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ അര മെസ്സിക്ക് 1000 മെസ്സിക്ക് അര ജലീൽ. അതാ നീക്കം. റഫറിയുടെ തീരുമാനം അന്തിമമായിരിക്കും. 2 ഗോളിന് മുന്നിൽ നിൽക്കുന്ന ജലീലിന്റെ CTD ലെജൻഡ്. സവാളവടന്റെ ഫൗറാണ്. സവാളവട മാത്രമല്ല, സവാളവട, ഉള്ളിവട, ബോണ്ട, ഉള്ളിവടി പരിപ്പോടി അറിയില്ല. മിസ്സായി. രാവിലെ ഒരു സവാള വട ഉണ്ടാവുന്നു. ജലീലിന്റെ പുസ്തകമാണ്. സാധി നല്ല സമയം കളിയാറ് കളിയാന് മുന്നേറും. നല്ല കളിയാണ് ജലീൽ വീണ്ടും കരുതുക. നല്ലൊരു പാസ് ശ്രമം ഷാദിയുടേത്.
ഹാഫ് ടൈം ഏതാനും നിമിഷത്തിനുള്ളിൽ ഹാഫ് ടൈം ആവും. വിരൽ ചൂണ്ടുകയാണ്. ആഷിഖിന് അത് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും അതൊരു ഷോട്ട്. അത് ഹാഫ് ടൈം ആയിട്ടുണ്ട്. മാനേജർ ആ തിരിച്ചുവരവിന് വേണ്ടിയുള്ള കാഴ്ച നമുക്കിനി കാണാം. ഹാഫ് ടൈമിന് ശേഷം കളി തുടങ്ങി. പക്ഷേ ജെയ്സി അണിഞ്ഞ് വന്നിട്ട് ഇന്ന് കളിക്കാൻ പറ്റിയിട്ടില്ല. ചെയ്യാൻ കഴിഞ്ഞില്ല. എമർജിംഗ് പക്ഷേ ഹലോ ഞാൻ കളിക്കാൻ കാറ് ലൈവ് നല്ല പാസിലേക്കുള്ള ശ്രമം. ഈ ഒരു കളി കഴിഞ്ഞവരാ കളിക്കുന്ന കളിക്കാരൻ്റെ ആണ് തെമീമാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. തെമീം ഇതുവരെയുള്ള കളികളെല്ലാം നല്ല രീതിയിലുള്ള ഒരു കളി കാഴ്ചവെക്കാൻ തെമീമിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഈ വർഷത്തെ ഒരു വണ്ടിയൊക്കെ ഒഴിവാക്കി കൊടുക്കി താഴ്ത്തി കിട്ടാണെങ്കിൽ നമ്മുടെ കളിയിലെ നല്ല മിസ് ലൈവ് പോയിട്ടല്ലോ എന്തേ പോണില്ലേ എന്റെ പ്രൊഫൈൽ നോക്കിയാ ആഷിഖിനെ തള്ളിയിട്ടിരിക്കുന്നു. ആഷിഖ് അതിമനോഹരമായി വീണിരിക്കുന്നു. ആഷിഖിനെ അത് ഫൗളാണ് കിട്ടിയിരിക്കുന്നത്. അറിയുന്നില്ല. നല്ല കളി കാഴ്ചവെക്കുന്ന നല്ലൊരു കളിക്കാരനാണ്. പക്ഷെ ഇന്ന് കളിക്കാൻ ആഷിഖിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് രാവിലെ സവാള വട വടയുടെ കിട്ടാത്തതിന്റെ അഭാവത്തിലാണ് എന്താ അറിയില്ല. റെഡ് ബുൾ കൊടുക്കേണ്ടതാണ്. സാജിദ് അലി എല്ലാ ഭാഗങ്ങളിലും തന്റെ കഴിവ് തെളിയിക്കും. സാജിദ് അലി പാർക്കിങ്ങിലും അനൗൺസ്മെന്റിലും കഴിവ് തെളിയിച്ചു. ഭക്ഷണം കഴിക്കുന്നതിലും കളിയിലും എല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഭക്ഷണം കഴിക്കുന്നതിലും ഒരേ ഒരു മുത്ത് ചാത്രത്തൊടിയുടെ അഭിമാന താരകം സാജിദ് അലി നമ്മളോട് സഹകരിക്കുന്നു. സാജിദ് അലി ചാത്രത്തൊടി ഏതാനും എങ്ങോട്ട് കത്താനായ കുഞ്ഞു നല്ല ചാർജ് ആക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് മൊബൈലല്ല, ഇത് ലാപ്ടോപ്പ് അല്ല, ഇത് ടാബ്ലറ്റ് അല്ല, ഏതുമാകട്ടെ ബന്ധപ്പെടുക. കുഞ്ഞു ചാത്രത്തോട് നസീഫ് ചാത്രത്തോട് നസീഫിനൊന്ന് കാണിച്ചെടുക്ക്. അതതില് കാണിച്ചാൽ മതി. ഇത് കളിയല്ലേ? ഇത് കളിയല്ലേ? അത് അതിലാണ്, ലൈവിലാണ്. CST അല്ല, കുഞ്ഞിപ്പ പക്ഷേ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നതിലെ അപാകത അത് ആഷിഖിന് വിനയാകുകയാണ്. തമീമിനെ പിടിച്ചു വെച്ചിരിക്കുന്നു. തമീമിന് അതിമനോഹരമായ തമീമിന് ഫൗളാണ്. പോയപ്പോൾ അത്തരത്തിലുള്ള ഫൗളുകൾ ഈ കളിയെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇന്നലെ കളിച്ച ഒരുപാട് കളിക്കാർക്ക് തന്റെ കാലും കൈയും ഉടനെ ബന്ധപ്പെടേണ്ടതാണ്. വീണ്ടുമുള്ള ഒരു ആഷിഖിന്റെ കയ്യിൽ ബോൾ കിട്ടിയിരിക്കുന്നു. അതിമനോഹരമായ ഷോട്ടിലൂടെ അതാ റഫറിയുടെ തീരുമാനത്തിന് വെയിറ്റ് ചെയ്യാൻ നിൽക്കാതെ ആഷിഖ് ഫൗൾ അടിക്കാൻ വേണ്ടി ജലീൽ ബോക്സിലേക്ക് അടിക്കുമ്പോൾ ആരാണ് കട്ടക്കടിച്ചുകൊണ്ട് നോ അതൊരു സിദ്ദീഖിന്റെ ബ്ലൈൻഡർ. വീണ്ടും ഒരു ഷോട്ട്, പോസ്റ്റിലേക്കുള്ള ഷോട്ട്. ഷാദിയുടെ കാലിലാണ് അതിമനോഹരമായ ബോൾ. നമുക്ക് നമ്മുടെ കുഞ്ഞിപ്പാടെ കാലിലാണ് ബോൾ വരുന്നത്. കുഞ്ഞിപ്പാക്ക് വയറിംഗ് മാത്രമല്ല വോളിബോൾ പറയാൻ ഗ്രൗണ്ടിലേക്ക് പോണേ. ഇത് ലൈവല്ല, നമുക്കൊന്നും പറയാം. അത് ലൈവാണ്, ഇതൊന്നും പറയാം. എന്താണ് ഞാൻ പറയാം, വയറിംഗ് മാത്രമല്ല പോയി കഴിഞ്ഞൊക്കെ പറയണോ? അത് വരും. ഞാൻ മാനേജറാണ്.
അതാ ഷാദിയുടെ കാൽ 2-0 ആണ്. ഷാദിയുടെ വീണ്ടും സാജിദ് അലിയെ പോലെ ഉള്ളിലേക്ക് കയറിക്കൊണ്ട് അതാ സാജിദ് അലി പുറത്തേക്ക് തന്നെയായിരുന്നു. കട്ട നിൽക്കുന്ന സിദ്ദീഖ് അതിമനോഹരമായ പാസ്സാണ്. അതാ ഫൗൾ കലാശിച്ചു. തമീമിന്റെ നല്ലൊരു നീക്കം തന്നെയായിരുന്നു. ഈ ഡിസംബറിലും ഈ പെയ്യുന്ന മഞ്ഞിലും ഈ കനത്ത് പെയ്യുന്ന മഞ്ഞിലും തളരാതെ സിദ്ദീഖിന്റെ അതിമനോഹരമായ അതാ സിദ്ദീഖ് ബോൾ കൊണ്ട് പോവുകയാണ്. സിദ്ദീഖിന്റെ കാൽപന്തുകളിൽ അതാ നമ്മുടെ പുറത്തേക്കായി മുന്നിലേക്ക് പോകണം. ഇങ്ങോട്ടേക്ക് ചൂടേറിയ നിമിഷങ്ങൾ കുടിക്കണില്ല. കടന്നു പോവുകയാണ്. എന്താണ് റഫറി കോർണർ കിക്കിലേക്ക് ആഷിഖിന്റെ നീക്കം അത് അവിടെ കാണാൻ ക്ലിയർ ആണ്. നല്ലൊരു ഗോളിലേക്കുള്ള നല്ലൊരു ഷോട്ട് നിയന്ത്രിക്കാൻ കഴിയാതെ അത് പുറത്തേക്ക് പോവുകയാണ്. ഹാഫ് ടൈം കഴിഞ്ഞ് 6 മിനിറ്റായി. ഹാഫ് ടൈം കഴിഞ്ഞ് 6 മിനിറ്റായി പിന്നിട്ടുകൊണ്ടിരിക്കുന്നു. 2-0 തന്നെയാണ് ഗോൾ സ്കോർ. തെമീമിന് ഇന്ന് ഒരു ഫോമിലേക്ക് ഉയരാൻ കഴിയുന്നതിന്റെ സംശയം അവിടെ ഉണ്ട്. അതാ നല്ലൊരു കളി തന്നെയായിരുന്നു. ത്രോ ബോൾ ആ കളി നിയന്ത്രിക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട്. ഷാദി പന്ത് തുറന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഷാദി. അത് ക്ലിയറൻസ്. ജയിച്ചിരിക്കുന്ന ടീം ഇപ്പോൾ സമയം കളയുന്നതിന് വേണ്ടിയാണോ ശ്രമിക്കുന്നത്? ഫാറൂഖിന്റെ ഒരു നീക്കം തന്റെ ടീമിനെ വിജയിപ്പിക്കാൻ വേണ്ടി പകുതി വരെ എത്തിയിട്ടുണ്ട്. സാജിദ് അലിയെ പോലെ സാജിദ് അലിയെ പോലെയുള്ള അതിമനോഹരമായ ബോൾ ഫവാസ്. ഇത് കുറുക്കനല്ല സാജിദ് അലിയെ പോലെ കടന്നുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ പാസ്സായിരുന്നു. ഷാദി അത് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഷാദിയുടെ ഒരു നീക്കത്തിലൂടെ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. വീണ്ടും ബോൾ പുറത്തേക്ക്. അതാ നോക്കണം എന്റെ ടീമിലേക്ക് അടുത്ത ടീം അങ്ങൾ കളിച്ചേക്കും. മാത്രമല്ല നല്ലൊരു നീക്കം തന്നെയായിരുന്നു ജലീൽ. സ്റ്റിക്കർ അല്ല കളി. വീണ്ടും കൂട്ടടി അടിച്ചുകൊണ്ട് പഴയകാല ഓർമ്മകൾ കട്ടക്കടിച്ചിരിക്കുകയാണ് ജലീൽ. കാലിൽ ബോൾ ഒട്ടിപ്പിടിപ്പിച്ചു. നല്ലൊരു നീക്കം കാഴ്ചവെച്ച് ഗോള് കാഴ്ചവെച്ച് ഫാറൂഖ് മുന്നേറുന്നു. ബോളുമായിട്ടുള്ള ബന്ധം അവിടെ കാണിക്കുന്നു. നല്ലൊരു ബ്ലോക്ക് കഴിഞ്ഞ് 1 ടച്ച് പാസ്. അത് കഴിഞ്ഞൊരു നല്ല നീക്കമാണ്. ഒരു നിമിഷങ്ങളിലൂടെയാണ് കളി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെ ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി. 2 മിനിറ്റ് മാത്രം. പുറത്തുനിന്ന് കോച്ച് തന്നിരിക്കുന്നു. 2 മിനിറ്റ്. റഫറി തന്റെ സമയം നോക്കുന്നുണ്ട്. ഷർഫലി പൊരുത്തി. അല്ല ഒരു മഞ്ഞ കാർഡ്. അത് നിർബന്ധമാണ്. നീക്കമായിരുന്നു. അന്തിമമാണ്. ഒരു മഞ്ഞ കാർഡും കൂടി കിട്ടിയാല് ടീമിൽ നിന്ന് 2 പേര് പുറത്തു പോകും. ഒന്ന് ഷർഫലി, 2 തന്റെ നീക്കം. ജലീൽ സ്റ്റിക്കർ മാത്രമല്ല ഇന്നത്തെ വജ്രായുധം. ടീമിന്റെ കുന്തമുന. ഏതാനും മിനിറ്റുകൾ മാത്രം. 1 മിനിറ്റ് ബാക്കി. നോക്കിയേ 1 മിനിറ്റ് ഉള്ളൂ. അടിച്ചോളി.
കളിക്കാർക്ക് കളിക്കാൻ പറയും. സ്പോൺസർ ചെയ്യുന്നു ഷാലി കുറുക്കൻ ജലീൽ ദിവസം തന്നെ ടീം പ്ലെയർ ഓഫ് ദ ഡേ ഇന്നത്തെ താരം ഇന്നത്തെ കളിയുടെ താരം കഴിഞ്ഞു 1 മിനിറ്റ് തന്റെ ജോലിയിലുള്ള കണിശത പിന്നെ ലൈവ് ഒന്നും ആർക്കും ഇത് വരും പറഞ്ഞാളാ അൻസാറിന് വാട്സപ്പിൽ ഇട്ടതായിരുന്നു. ആന ഇത് വരും പറഞ്ഞാളാ ആര് കാണാൻ അല്ലേ ഇതാവുമ്പോ പിന്നെ ഇങ്ങനെ ഇരുന്ന് കാണാൻ അതെ അതെ എന്താ തീരുമാനാക്കിയോ? കളി കഴിഞ്ഞു ഇത് പറയടാ കളി കഴിഞ്ഞു ആരും ജയിച്ചു ഇന്നത്തെ മാശിയേറിയ മത്സരത്തിൽ സെമി ഫൈനലിലേക്ക് ടിക്കറ്റ് മാശിയേറിയ മത്സരം കാഴ്ചവെച്ച്